കേരളത്തിലെ സ്കൂളുകളിൽ നിന്ന് പോലും മലയാള ഭാഷ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ ബഹ്റിനിൽ ഒരു സംഘം വ്യത്യസ്തമാവുന്നു. പാഠശാല എന്ന പേരിലാണ് ഈ മാതൃഭാഷാ സ്നേഹികൾ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 26 വർഷമായി ബഹ്റിൻ കേരളീയ സമാജം മുടക്കം കൂടാതെ നടത്തുന്ന മലയാള പാഠശാലയുടെ ഈ അധ്യയന വർഷത്തെ ക്ലാസുകൾ പ്രവേശന ഉത്സവത്തോടെ ആരംഭിച്ചു. 30ഓളം ക്ലാസുകളിലായി 700-ൽ-അധികം കുട്ടികളാണ് ഈ വർഷം മലയാള ഭാഷാ പഠനത്തിനായി ചേർന്നിട്ടുള്ളത്. സമാജം അംഗങ്ങൾ അല്ലാത്തവരുടെയും കുട്ടികൾക്ക് പാഠശാലയിൽ പഠിക്കുന്നതിനുള്ള അവസരമുണ്ടായിരുന്നു. നാട്ടിലെ മലയാളം സിലബസാണ് ഇവിടെ തുടരുന്നത് എന്നും കേരളത്തിന്റെ തനിമ കുട്ടികൾക്ക് പകർന്നു നൽകുന്നതായും പ്രധാന അധ്യാപകനായ സുദീപ് പുത്തൻവേലിക്കര പറഞ്ഞു. അതേ സിലബസ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. തുടക്കം മുതൽ ഈ 6ാം ക്ലാസ് വരെയുള്ള സിലബസ് അത്രയും തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. ആ സിലബസ് അതേത് തന്നെയാണ് നമ്മൾ തുടർന്നു പോകുന്നത്. കഥ, കവിത, ചരിത്രം, സാഹിത്യം, ലഘുപാഠങ്ങൾ എന്നിവ അടക്കമുള്ള പാഠഭാഗങ്ങളാണ് ക്ലാസുകളിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചകളിലും വൈകിട്ട് 8 മണി മുതലാണ് ക്ലാസുകൾ നടത്തുന്നത്. മുൻ വർഷങ്ങളേക്കാൾ വിദ്യാർത്ഥികൾ കൂടുതൽ എത്തിയെന്നും പ്രത്യേക പരിശീലനം നേടിയ അധ്യാപകരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നും സംഘാടകർ അഭിപ്രായപ്പെട്ടു. ബഹ്റൈനിൽ നിന്നും സേതുരാജ് കടയ്ക്കൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. ബഹ്റിനിലെ പ്രമുഖ കലാ സാംസ്കാരിക സംഘടനയായ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി മാധ്യമ പ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ പുരസ്കാരം സമ്മാനിച്ചു. അദീലിയ ബാങ്സാങ് തായ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഏഷ്യാനെറ്റ് ദില്ലി ബ്യൂറോ ചീഫ് പ്രശാന്ത് രഘുവംശൻ പുരസ്കാരം ഏറ്റുവാങ്ങി. സംഘടനാ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക മാധ്യമ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രതിഷേധങ്ങൾക്കിടെ നാളെ ഫോർമുല 1 ബഹ്റിൻ ഗ്രാൻഡ് പ്രി നടക്കും. കാർ റേസ് ബഹ്റിന്റെ ചരിത്ര നേട്ടമാണെന്ന് കിരീടാവകാശി പറഞ്ഞു. BACയിലെ വിവാർ കോട്ടിങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷെയ്ഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ മുബാറക് അൽ ഖലീഫ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ ഹംദ് അൽ ഖലീഫ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ലോക ചാമ്പ്യൻ റെഡ് ബുള്ളിന്റെ സെബാസ്റ്റ്യൻ വെറ്റലിനാണ് പോൾ പൊസിഷൻ. സീസണിൽ വെറ്റലിന്റെ ആദ്യത്തെ പോളാണ് ഇത്. മക്ലാരന്റെ ലൂയിസ് ഹാമിൽട്ടനാണ് രണ്ടാമത്.